അറേബ്യൻ നാട്ടിലെ ഒരു 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? പോകാം. നമസ്കാരം. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അനിതാൻ കിഡ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിൽക്കുന്നുണ്ടോ, നമ്മളെവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയാൽ നല്ല പുരാതനമായിട്ടുള്ള ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, നല്ല പച്ച മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ബിൽഡിങ്ങുകളുടെ, അതായത് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ചില കാഴ്ചകളായിരുന്നു. നല്ല ബിൽഡിങ്ങുകളായിരുന്നു. കണ്ടോ, പനയുടെ ഓലയാണ്. ആ ഓലയുടെ മടൽ വെച്ച് മേളുവശം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ട്, കണ്ടോ, ചെറിയ കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളും പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ളതായ ചില ദൃശ്യങ്ങളാണ്. സൗദി അറേബ്യയുടെ ഗ്രാമപ്രദേശങ്ങളിലെ ചില കാഴ്ചകൾ. കണ്ടോ, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ നല്ല പച്ച മണ്ണ് കൊണ്ട് ഭിത്തിയൊക്കെ ഉണ്ടാക്കി അതിനിടയ്ക്കൊക്കെ നമ്മൾ കമ്പി ഉപയോഗിക്കുന്നതിന് പകരം ഈ പനയുടെ തടിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് മേൽവശത്തൊക്കെ കണ്ടോ പനയുടെ തടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും പനയുടെ ഓലയുടെ മടൽ വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട്, വളരെ നല്ലൊരു ടെക്നോളജി. കാരണം ഭയങ്കര ചൂടുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അപ്പം പഴയ കാലത്ത് അവർ ജീവിച്ചിരുന്ന ഒരു സ്റ്റൈല്, അവരുടെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമാണിത്. കണ്ടോ, ഈ മണ്ണുകൊണ്ടുള്ള ഭിത്തി, മുകളിലും താഴെയൊക്കെ മണ്ണിൻ്റെ ആ ഇതിനകത്ത് നിന്നിട്ട് വളരെ സുഖം, നല്ല സുഖമാണ് ഇത്രയും പൊളിഞ്ഞു കിടക്കുന്ന ഈ ബിൽഡിങ്ങിനകത്ത് നിന്നിട്ട് തന്നെ. അപ്പം പഴയ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വീണ്ടും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനേക കാഴ്ചകളാണ് ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. കണ്ടോ, ചെറിയ ജനലുകളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ചെറിയ ഇതൊക്കെയായിരുന്നു ആ പഴയ സ്റ്റൈല്, വർഷങ്ങൾ പഴക്കമുള്ള ചില കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, പല പല മുറികൾ, ഒരു പക്ഷേ അടുക്കളയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. ഡോറൊക്കെ കൊണ്ട് തീരെ ചെറിയ ഡോറുകളാണ്, ഉയരം കുറവാണ് ഡോറിന്. ശകം നല്ല തടികളൊക്കെ വെച്ച് മണ്ണും നല്ല ഫുള്ള് മണ്ണും കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ്. നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടോ, ഇത് തൂവലിൻ്റെ പഴയ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ചില ബിൽഡിങ്ങുകളുടെ, അതായത് നല്ല മണ്ണൊക്കെ വെച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ അങ്ങനെ നിലനിർത്തിയേക്കാണ് ഇവിടെ. അതായത് പനയുടെ തടിയും മണ്ണും ഉപയോഗിച്ച്. ഇത് കണ്ടോ, ഈ പനയുടെ തടിയും ഈ മണ്ണ്, ഈ ഭിത്തി പണിഞ്ഞേക്കുന്നതിനിടയ്ക്കൊക്കെ തടികളാണ്. നമ്മൾ കമ്പി ഉപയോഗിച്ചതിന് പകരം പനയുടെ തടിയാണ് ഇടയ്ക്ക് അവർ ഉപയോഗിച്ചിരുന്നത്. കണ്ടോ, തടിയാണ്, പനയുടെ മരം എടുത്താണ് നമ്മുടെ ഉത്തരം ഒക്കെ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഇത് കണ്ടോ, വലിയൊരു വീട് ആയിരുന്നിരിക്കുക ഇത്. കണ്ടോ, നല്ല വിശാലമായിട്ടുള്ളൊരു വീടിൻ്റെ അവശിഷ്ടമാണിത്. ഇത് സൗദി അറേബ്യയിലെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. കണ്ടോ, ഇതേപോലുള്ള അനേക വീടിൻ്റെയോ ഒരുപക്ഷെ വലിയ മാർക്കറ്റോ എന്തോ ആയിരിക്കാം, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടുപുറയിൽ പുതിയ ഗ്രാമമാണ്, നല്ല അടിപൊളി ബിൽഡിംഗ് ഒക്കെ വെച്ച് അതിനെ ഡെവലപ്പായ പുതിയൊരു ബിൽഡിങ്ങുകളും കാര്യങ്ങളുമാണ് അതിൻ്റെ ചുറ്റും കാണുന്നത്. എങ്കിലും ആ പഴയ
ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടമൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഈ കാണുന്നത് തൂവൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. തൂവൽ മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിലുള്ള ചില ദൃശ്യങ്ങളാണ് ഇത്. കണ്ടോ, ഇതൊരു പക്ഷേ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള മാർക്കറ്റ് ആയിരിക്കാം. കാരണം ഈ നല്ല ഗ്രൗണ്ട് പോലെ വെളിയിലുണ്ട്. അതിന് ചുറ്റുമാണ് ഈ പഴയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടം. നല്ല മണ്ണും തടിയും കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ്. കണ്ടോ, അതുപോലെ തന്നെ ഈ പനയുടെ ചെറിയ ഓലയുടെ അകത്തുള്ള നമ്മുടെ ഇത് കണ്ടോ, മടലെന്ന് നമ്മൾ പറയത്തില്ലേ, ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മേൽവശമൊക്കെ കണ്ടോ, പനയുടെ വലിയ തടി വെച്ചിട്ട് പനയുടെ ഓല ഉണ്ടോ, പനയുടെ ഓലയുടെ ഇതും അതിൻ്റെ മേളിൽ വീണ്ടും മണ്ണ്, അതായത് ഓല മടൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഉണ്ടോ മണ്ണ് വീണ്ടും ഇട്ട്. ഒരു പക്ഷേ ഈ പണ്ടത്തെ കാലത്ത് AC ഒന്നും ഇല്ലല്ലോ, അപ്പം ഈ മണ്ണിൻ്റെ വീടിനകത്ത് താമസിക്കുന്നത് തണുപ്പ് കിട്ടാനായിട്ട്, ഈ ചൂടിനെ ഇവിടെ 50-52 ഡിഗ്രി ചൂടൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മണ്ണും കൊണ്ട് ഭിത്തിയും അതുപോലെ തന്നെ മേൽക്കൂരയും തടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലും മണ്ണ് ഇട്ടാണ് അവരെ കണ്ടോ, ഇതിൻ്റെ മേളിൽ വീണ്ടും മണ്ണാണ് ഇടുന്നത്. ഇത് മടലാണ്, പനയുടെ ഓലയുടെ മടൽ. ആ വീടിൻ്റെ ഭിത്തിയുടെ അകം കണ്ടോ, നല്ല രീതിയിൽ തേച്ച്. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ പറഞ്ഞത്. വലിയ പനയുടെ തടി വെച്ചിട്ട് പനയുടെ മടൽ, ഓലയുടെ മടൽ എടുത്തത് അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിടുകയാണ്. അപ്പം ഇതിനകത്ത് നിന്നിട്ട് തന്നെ നല്ല തണുപ്പാണ്. കണ്ടോ, അപ്പം ഇതും സൗദി അറേബ്യയിലെ ഒരു കാഴ്ചകൾ തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. തടികളൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. കണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അകഭാഗം നമുക്കത് കാണാം. കണ്ടോ, ഇങ്ങനെ വന്ന് ഇതൊരു പക്ഷേ ഒരു മുറി, അടുത്തൊരു മുറി കണ്ടോ, മേൽക്കൂരകളൊക്കെ കണ്ടോ. അതുപോലെ തന്നെ കുറച്ചേറെ ഇതുപോലെ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി അങ്ങ് ഉണ്ടോ, ഈ ചുറ്റും നമുക്ക് ഈ രീതിയിലുള്ള കുറച്ച് ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങളോ നാളുകളോ കഴിയുമ്പം ഈ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് നഷ്ടപ്പെടാം. കാരണം പുതിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം തീർച്ചയായിട്ടും ഇത് ഇവിടുന്ന് ഇവർ റിമൂവ് ചെയ്യും. അടുത്തൊരു ബിൽഡിങ് ഒത്തിരി അങ്ങ് നശിച്ചു പോകാത്തൊരു ബിൽഡിങ്ങാണിത്. നമുക്കിതിൻ്റെ ഒരു കാഴ്ചകളിലേക്കും കൂടെ പോവാം. കണ്ടോ, ഇതിൻ്റെ പുറത്ത് അവർ സിമെൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മണ്ണൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആ ഭിത്തി കണ്ടോ സിമെൻ്റൊക്കെ ഇട്ട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അകത്ത് മുറികളും ഉണ്ടോ, അകത്ത് ഇതുപോലെ സിമെൻറ്റിൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മേൽവശം ഇത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും ആ പഴയ വലിയ പനയുടെ തടിയൊക്കെയാണ് വെച്ചേക്കുന്നത്. അകത്ത് പല മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതേ ആ സ്ഥലത്തിൻ്റെ തൊട്ട് സമീപമുള്ള പുതിയ ബിൽഡിങ്ങുകളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഒരു പക്ഷെങ്കിൽ ഇവിടെ താമസിച്ചിരുന്ന ആ പഴയ മനുഷ്യരുടെ പുതിയ തലമുറ, അവരുടെ പുതിയ വീടുകൾ. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ. നമ്മളൊരു 10, 30 അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പഴയ വീടുകളൊക്കെ നമ്മൾ പൊളിച്ച് പുതിയ വീടുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ഗ്രാമക്കാഴ്ചയാണിത്. കണ്ടോ, ഇപ്പം നല്ല ബിൽഡിങ്ങുകൾ ഒക്കെ പണിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കണ്ടോ
ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ഗ്രാമ കാഴ്ച. തൊട്ടടുത്ത ആ പഴയ ദൃശ്യങ്ങൾ കണ്ടോ, പഴയ ആ ബിൽഡിങ് ഇവിടെ തന്നെ ഉണ്ട്, വീണ്ടും അവശിഷ്ടം കണ്ടോ. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇവിടെയുള്ള സൗദികൾ താമസിച്ചുകൊണ്ടിരുന്നൊരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടമാണ്. അപ്പം അവരുടെ തന്നെ വീടുകളാണിതാ, അവരുടെ തന്നെ വീടുകളാണ് നമ്മൾ ഈ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള പുതിയ രീതിയിലുള്ള വീടുകൾ. ഇതാണ് പുതിയ ഈ ഗ്രാമം. ഈ രീതിയിലായിട്ടുണ്ട് ഇപ്പോഴത്തെ ഇവരുടെ ജീവിത നിലവാരം. അപ്പം നമ്മൾ വലിയ സിറ്റിയും ടൗണുകളും മാത്രമാണ് ഒരു പക്ഷേ എല്ലാ ആൾക്കാരും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള ഗ്രാമത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അവരുടെ പഴയ അവസ്ഥകളൊക്കെ നമുക്ക് ഈ തൂവലെന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് പകർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. കണ്ടോ, ഇതാണ് പുതിയ അവരുടെ താമസ സ്ഥലങ്ങളാണ്. കണ്ടോ, നല്ല ബിൽഡിങ്ങുകളും എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മൺ റോഡ് കണ്ടോ, നമ്മൾ സൗദി അറേബ്യയിലൊക്കെ വന്നിട്ട് ഇതുപോലെ മൺ റോഡിൽ കൂടെ ഒക്കെ പോവുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അതുപോലെയുള്ള ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ മൺ റോഡും അതിൻ്റെ ഇതുപോലുള്ള ചെറിയ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് പറ്റൂ. ഒരു 20 വർഷം മുമ്പുള്ള നമ്മുടെ ചെറിയ കേരളത്തിൻ്റെ ഒരു ദൃശ്യം പോലെയല്ലേ കണ്ടോ, മൺ റോഡുകളെ കണ്ടോ, ടാറ് കാണാത്ത നല്ല റോഡ്. ഇതൊക്കെ നമ്മളൊരു 20 വർഷം പുറകോട്ട് പോകണം നമ്മുടെ നാട്ടിൽ. ഇതാണ് സൗദി അറേബ്യയുടെ ചെറിയൊരു ഗ്രാമത്തിൻ്റെ വീതികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, മൺ റോഡുകളെ മനോഹരമായ സൈഡിലൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളും, ഇങ്ങനെയുള്ള ദൃശ്യങ്ങളും നമുക്കിവിടെ സൗദി അറേബ്യയിൽ കാണാനായിട്ട് പറ്റും. ചെറിയ വീടുകളെ അവർക്കുള്ള ചെറിയ വെള്ളത്തിന് വേണ്ടിയുള്ള ടാങ്ക് കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചേക്കുന്നുണ്ടോ. ചുറ്റോടി ചുറ്റും ഇതുപോലെ ചെറിയ മരങ്ങളൊക്കെ വെച്ച് അതിനകത്താണ് അവരുടെ ഈ ചെറിയ വീട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഗേറ്റൊക്കെ വെച്ച് അതിനകത്താണ് അവരുടെ ചെറിയ വീടും കാര്യങ്ങളും കൃഷിയും ഒക്കെയുള്ള ദൃശ്യങ്ങളാണ്. പുല്ലും കൊണ്ട് വരുന്ന വണ്ടിയാണ്. ഇവിടെയുള്ള ഈ ഒട്ടകത്തിനും ആടിനും ഒക്കെ കൊടുക്കാനുള്ള പുല്ല് അങ്ങോട്ട് കൊണ്ടുപോവാണ് ആ ഗ്രാമത്തിലോട്ട്. ഒക്കെ വെളിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ ഗ്രാമക്കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അഥവാ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യണ്ട കേട്ടോ, കാരണം അത് ഇല്ലാതാകും. അതുപോലെ തന്നെ ബെല്ലൈക്കൺ, സൈഡിലുള്ള ബെല്ലൈക്കൺ തീർച്ചയായിട്ടും ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പം പുതിയ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി കിടുക്കാച്ചി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.